അവിടെ മഞ്ഞ കളർ വേണ്ട, കിളിപ്പച്ച കളർ മതി എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് അവിടെ സി ഉണ്ട്, എച്ച് ഉണ്ട്, ഓ ഉണ്ട് എന്നൊക്കെ ഇവർ പറയല്ലേ. അപ്പോൾ അവരൊന്നും ഈ പേസ്റ്റും ബ്രഷൊന്നും ഉപയോഗിച്ച് പല്ല് വെച്ചിരുന്നവരല്ല. സൊസൈറ്റിയെ മോൾഡ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെയാണ്. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കുഴിമടിയനായിട്ടുള്ളൊരു സാധനം വേറെ ഇല്ല. ഇത് ഏകദേശം ഇതിൻ്റെ ദപ്പുറത്തായിട്ട് വരും. മോഹൻലാലൊക്കെ ഇടയ്ക്ക് പറയാറില്ലേ, ഞാനിങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല, അതങ്ങ് വന്നു എന്ന്. ഈ വന്നതിൻ്റെ റീസൺ ഹലോ ഗൈസ്, വെൽക്കം ടു ഡിസൈൻ ഹൈ സ്കൂൾ. അപ്പോൾ ഇന്ന് എപ്പിഡോസ് 6 ആണ്. 6 അല്ല 7 ആണോ 8 ആണോ ഇതിലോടെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഹാബിറ്റും ഡിസൈനും തമ്മിൽ എന്താ ബന്ധം എന്നല്ലേ ഞാൻ പറയാം. ഇത് നോൺ ഡിസൈനർ ആയിട്ടുള്ള ഒരാൾക്കും റിലേറ്റബിൾ ആവുന്ന, പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ടൈലർ ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ ഈസ് നോട്ട് ഹൗ എ പ്രൊഡക്റ്റ് ലുക്സ്. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ എ പ്രൊഡക്റ്റ് ഗെറ്റ് യൂസ്. എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതെന്നും കൂടിയാണ് ഡിസൈൻ. എനിക്ക് തോന്നിയിട്ടുണ്ട് ലുക്സ് നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള വൺ ഓഫ് ദി റീസൺ ഇറ്റ്സ് എ ടാഞ്ചിബിൾ തിങ്. ഈ പ്രൊഡക്റ്റിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ടാഞ്ചിബിളി കാണാനോ കേൾക്കാനൊന്നും പറ്റില്ല, അത് അനുഭവിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ലുക്ക് മാത്രം നമുക്ക് കാണാൻ പറ്റും. അവിടെ മഞ്ഞ കളർ വേണ്ട, കിളിപ്പച്ച കളർ മതി എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ആ ഒരു പാറ്റേണിലേക്കാണ് ഡിസൈനേഴ്സ് പോവാറ്. ദേ വിൽ ഫോക്കസ് ഓൺ വിഷ്വൽ പാർട്ട്. അതിനുള്ള ഒരു റീസണായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ശ്രദ്ധിച്ച് നോക്കി, ഓർഗാനിക് കെമിസ്ട്രി എൻ്റെ ഒരു കേസിൽ ഞാൻ പറയാം, ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് അവിടെ സി ഉണ്ട്, എച്ച് ഉണ്ട്, ഓ ഉണ്ട് എന്നൊക്കെ ഇവർ പറയല്ലേ. ഞാനിത് കണ്ടിട്ടുമില്ല. അവിടെ എങ്ങനെ ചെയിൻ വരും, ഇവിടെ എങ്ങനെ ഒക്ടഗൺ വരും, ഹെക്സഗൺ വരും, എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റ്. പക്ഷെ ഇതൊക്കെ വരും എന്നല്ലാതെ വന്ന് കണ്ടിട്ടില്ല. ഇതൊക്കെ ആ ചോക്ക് ഉപയോഗിച്ചിട്ട് ബോർഡിൽ വരയ്ക്കുന്നതല്ല, അതൊന്നും കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഒരു ഇമാജിൻഡ് റിയാലിറ്റി ആയിട്ടാണ് ചെറുപ്പം മുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഗ്രഹിക്കാനും അതിൽ വിശ്വസിക്കാനും എൻ്റെ സ്കില്ല് കുറച്ച് കുറവായിരുന്നു. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദി ഡിസൈനേഴ്സ്, അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ വിഷ്വലിലേക്ക് പോകുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം, നമുക്ക് പിന്നെ സംസാരിക്കാം. നമുക്ക് നമ്മുടെ ഹാബിറ്റിലേക്ക് വരാം. അപ്പോൾ ഇഫ് ഞാൻ നേരത്തെ പറഞ്ഞു ഡിസൈൻ ഈസ് അബൌട്ട് ഹൗ പ്രൊഡക്റ്റ് ഗെറ്റ് യൂസ്ഡ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇഫ് സംതിങ് ഈസ് ഗെറ്റിംഗ് യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ വിത്തൗട്ട് തിങ്കിങ്, അങ്ങനെയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് അല്ല. നൗ ദാറ്റ്സ് ആക്ച്വലി എ ഹാബിറ്റ് അല്ലേ? നമ്മൾ പോലും അറിയാതെ അതൊരു ഹാബിറ്റായി. നിങ്ങൾ ടൂത്ത് പേസ്റ്റ് എന്നൊരു പ്രൊഡക്റ്റ് ഓവർ ആൻഡ് ഓവർ ഉപയോഗിക്കുന്നതോടുകൂടി പല്ല് തേക്കുക എന്നുള്ള ഹാബിറ്റിലേക്ക് നിങ്ങൾ വന്നു. ആൻഡ് പണ്ടുള്ളവരോട് ചോദിച്ചാൽ അറിയാം, അവരൊന്നും ഈ പേസ്റ്റും ബ്രഷൊന്നും ഉപയോഗിച്ച് പല്ല് തേച്ചിരുന്നവരല്ല. പല്ല് തേച്ചിരുന്നവർ തന്നെ വളരെ കുറവായിരിക്കും. നമ്മളിപ്പോൾ തേച്ചിരുന്നു എന്നൊക്കെ പറയുകയല്ലാതെ ശരിക്കും പണ്ട് പല്ല് തേക്കുക എന്നൊക്കെ പറഞ്ഞ് മാവിൻ്റെ തണ്ടൊക്കെ വെച്ചിട്ടാണ് തേച്ചിരുന്നത്. അതും രാവിലെ എണീറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടും എത്ര പേര് കണ്ടിരുന്നു എന്നൊക്കെ ചർച്ചാ വിഷയമാണ്, തർക്കബിൾ കാര്യമാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ ഈ ടൂത്ത് പേസ്റ്റ് എന്നിട്ടുള്ള പ്രൊഡക്റ്റ് ഓവർ ആൻഡ് ഓവർ യൂസ് ചെയ്തിട്ട് അതൊരു ഹാബിറ്റിൻ്റെ പാർട്ടാവുമ്പോൾ എത്ര കോടി ജനങ്ങൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ വേൾഡിലോ ഉണ്ട്, അത്രയും മാർക്കറ്റിൻ്റെ സൈസ് ഇത് വലുതാവുകയാണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനും അത് പാർട്ട് ഓഫ് ഹാബിറ്റ് ആക്കാനും പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കും അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രൊഡക്റ്റിനെ കുറിച്ചും ഹാബിറ്റിനെ കുറിച്ചും, അതെങ്ങനെ നിങ്ങളുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചും, എങ്ങനെ ആസ് എ ഡിസൈനർ ധാർമ്മിക ഉത്തരവാദിത്വത്തോടു കൂടി ഡാർക്ക് പാറ്റേൺസ് ഒന്നും ഇല്ലാതെ ഒരാളെ ഒരു സൊസൈറ്റിയെ മോൾഡ് ചെയ്യാമെന്നതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ എപ്പോഴും പറയുന്ന വേറൊരു കാര്യമാണ്, ഇഫ് സംതിങ് ഈസ് ഡിസൈൻഡ് വെൽ യു സ്റ്റോപ്പ് നോട്ടീസിങ് ഇറ്റ്. നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള, ഭംഗി എന്ന് ഉദ്ദേശിച്ചത് എസ്തറ്റിക്കലി അല്ല, നല്ല വൃത്തിക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സാധനം നമുക്ക് നോട്ടീസ് ചെയ്യാൻ പോലും പറ്റില്ല. അതുപോലെയാണ് പുവർ ഡിസൈൻ ആയിട്ടുള്ള കാര്യം എപ്പോഴും മുഴച്ച് നിൽക്കും. നമുക്ക് പെട്ടെന്ന് ബാഡ് ഡിസൈൻ കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം. ആദ്യം ഞാൻ ഹാബിറ്റിൻ്റെ ക്ലിയർ ഡെഫിനേഷനിലേക്ക് പോകാം.
Habit is an automatic subconscious behavior. It is something you do without even not. You don't decide. നിങ്ങളത് മനഃപൂർവ്വം നോക്കി ആലോചിച്ച് ബുദ്ധി ഉപയോഗിച്ചൊന്നും ചെയ്യുന്നൊരു കാര്യമായിരിക്കില്ല ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയുള്ളതൊരു ഹാബിറ്റ് ആവുകയില്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ബുദ്ധി ഉപയോഗിക്കാതെ ബ്രെയിൻ ഓഫ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിയായിരിക്കും ഹാബിറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, യു ഡോണ്ട് ഡിസൈഡ് എവറിത്തിങ് എവറി ടൈം. അതായത് നിങ്ങൾക്ക് ചിന്തിക്കാനൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ടേക്ക് റോങ് ഡിസിഷൻസ്. നിങ്ങൾ ഹാബിറ്റിൽ നിന്ന് സ്ലിപ്പായി പോകാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഓടാൻ പോകണോ അല്ലെങ്കിൽ വർക്കൗട്ടിന് പോകണോ വേണ്ടേ എന്ന് ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പോകാനും പോവാതിരിക്കാനുള്ള ചാൻസസ് ആർ 50-50. ബട്ട് യു ഡോണ്ട് ഹാവ് ടു തിങ്ക്. ആൻഡ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ സിസ്റ്റത്തിൽ നെക്സ്റ്റ് ആക്ഷൻ ഈസ് ഓടാൻ പോക്കാണെങ്കിൽ നിങ്ങൾ ആലോചിക്കാതെ ഓട്ടോ പൈലറ്റിൽ ബുദ്ധിയൊന്നും ഉപയോഗിക്കാതെ വർക്കൗട്ട് ചെയ്യാൻ പോകും. ഹാബിറ്റിൽ ബ്രെയിനിൻ്റെ സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ വെൻ യു ഡു സംതിങ് ഫോർ ഫസ്റ്റ് ടൈം, നമ്മൾ ആദ്യമായിട്ടൊരു സാധനം ചെയ്യുമ്പോൾ ബ്രെയിന് ഭയങ്കര ഹാർഡായിരിക്കും. അതായത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ. ബ്രെയിന് ഭയങ്കര എനർജി യൂസ് ചെയ്തിട്ടാണ് ആ പരിപാടി ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊക്കെ അറിയാം, ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കുഴിമടിയനായിട്ടുള്ളൊരു സാധനം വേറെ ഇല്ല. ബ്രെയിനിൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എങ്ങനെ എനർജി എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് എനർജി ഉപയോഗിച്ചിട്ട് എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളതാണ് ബ്രെയിൻ. മനുഷ്യൻ്റെ എന്നല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ബ്രെയിനിൻ്റെ പ്രധാന ഉദ്ദേശം അതാണ്. നിങ്ങൾക്ക് സ്ലോത്തിനെ അറിയാമെങ്കിൽ അറിയാമായിരിക്കും, ഇത് ഇല തിന്നിട്ട് ജീവിക്കുക. സോ ദാറ്റ് അതിന് ന്യൂട്രിയൻസ് കുറച്ച് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വേറൊരു പണിയും ചെയ്യില്ല, ഫുൾ ടൈം കിടന്നുറങ്ങും. അപ്പോൾ ഇല തിന്നുന്നു, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒന്നും കിട്ടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കിടന്നുറങ്ങണം. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഏൺ ചെയ്യാനുള്ള ബുദ്ധിയുമില്ല. ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കണക്ട് ചെയ്യാൻ നോക്കിയൊക്കെ, നമ്മളൊക്കെ സ്ലോത്തുകളാണോ? വി ഡോണ്ട് വാണ്ട് ടു ഏൺ സോ ദാറ്റ് വി ആർ നോട്ട് സ്പെൻഡിങ്. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഒന്നാലോചിച്ചാൽ മതി. ഓക്കെ, എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ബ്രെയിൻ ഇത്രയും എനർജി എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ എനർജി കൺസ്യൂം ചെയ്യാത്ത രീതിയിൽ നോക്കുന്ന കാര്യമാണ് ഹ്യൂറിസ്റ്റിക്സ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിഡോസിൽ പറഞ്ഞായിരുന്നു. ബ്രെയിനിൽ ഈ ഹാർഡസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്ന ഏരിയയുടെ പേരാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. ഇത് ഏകദേശം ഇതിൻ്റെ അപ്പുറത്തായിട്ട് വരും, ഇത് ഇവിടെ ആയിട്ട് വരും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. എനിക്ക് കറക്റ്റ് അറിയില്ല, എവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടികളാണ് ഡിസിഷൻ മേക്കിംഗ്, അറ്റൻഷൻ, കോൺഷ്യസ് തിങ്കിങ്, ഈ വക കലാപരിപാടികൾ. അപ്പോൾ ഈ വക പരിപാടിക്ക് നല്ല എനർജി വേണം. കാരണം ഇത് ചില്ലറ പരിപാടിയല്ല. ഡിസിഷൻ മേക്കിംഗ്, അറ്റൻഷൻ, കോൺഷ്യസ് തിങ്കിങ്, ഈ പരിപാടി ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റീവ് ജോബ്സ് കറുത്ത ഡ്രസ്സ് ഇട്ട് നടന്നിരുന്നത്. ബിക്കോസ് ഹി ഡോണ്ട് വാണ്ട് ടു തിങ്ക് ഓർ ഡിസൈഡ് വാട്ട് ടു വെയർ. നിങ്ങൾ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ നേരത്തും കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് ഇടാൻ നേരത്തൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, എനിക്ക് തോന്നാറുണ്ട് കുക്ക് ചെയ്യുന്നതിനേക്കാൾ ഡിഫിക്കൽട്ടാണ് സ്വിഗ്ഗിയിൽ എന്ത് ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് ചിന്തിക്കാൻ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ് പാളുന്നുണ്ട്, എന്നാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിലാണ് ഈ വക പരിപാടികൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഇൻവോൾവ് ആകും. പുള്ളിയാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ് ലീഡ് എന്ന് വിചാരിക്കുക. പുള്ളി വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, പുള്ളി ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് പുള്ളി സമയമൊക്കെ എടുത്ത് ചെയ്യും. പക്ഷേ ഓവർ ആൻഡ് ഓവർ ഈ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ ആ ന്യൂറോ പാത്ത് വേ ഈ ബ്രെയിനിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുള്ളി നൈസായിട്ട് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൽ നിന്ന് വേറൊരാൾക്ക് ഈ ജോലി കൊടുക്കും. ബിക്കോസ് ഈ സമയത്ത് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങും അറ്റൻഷനും കോൺഷ്യസ് തിങ്കിങ്ങും ഒന്നും വേണ്ട. ബിക്കോസ് കാരണം എന്താണ്? അത് നമുക്ക് ഓൾറെഡി പഠിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഈ പണികളൊക്കെ ചെയ്യുന്ന ആളുടെ പേരാണ് സ്ട്രെയ്റ്റം. ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് ഇറ്റ്. സ്ട്രെയ്റ്റം എന്ന് തന്നെ തോന്നുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടേക്കുന്നത്. അപ്പോൾ സ്ട്രെയ്റ്റമാണ് എന്ത് ചെയ്യുന്നത്? പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് നേരത്തെ ചെയ്തിരുന്ന പണി ചെയ്യുന്നത്. ആൻഡ് പുള്ളിക്ക് ഇത്രയും പണിയില്ല, കാരണം ഇറ്റ് ഈസ് സോ ഒപ്റ്റിമൈസ്ഡ്. അപ്പോൾ ബ്രെയിൻ ഓൾറെഡി ന്യൂറോ പാത്ത് വേ ക്രിയേറ്റ് ചെയ്തു. ദിസ് ഷിഫ്റ്റ് ഇപ്പോൾ സ്ട്രെയ്റ്റമാണ് ചെയ്യുന്നത്. സ്ട്രെയ്റ്റം ഇത് ചെയ്യുന്ന സമയത്ത് ഈ ആക്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിരിക്കും.
യു ഡോണ്ട് ഹാവ് ടു തിങ്ക്. നിങ്ങൾ നോ ലോങ്ങർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഓട്ടോ പൈലറ്റിൽ ഇതൊക്കെ ചെയ്തോളും. എല്ലാം സ്മൂത്തായിട്ട് നടക്കും. കുറച്ച് എനർജി യൂസ് ചെയ്താൽ മതി. കമ്പയറിങ് ടു പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, സ്ട്രെയിറ്റത്തിന് കുറച്ച് എനർജി യൂസ് ചെയ്താൽ മതി. അപ്പോൾ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത പണി, അതായത് അടുത്ത കാര്യങ്ങളെക്കുറിച്ച് ഡീപ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അടുത്ത കോൺഷ്യസ് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും തിങ്ക് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനോ ഒന്നും പറ്റില്ല. ചില ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്തോ നല്ല ഹെവി ആയിട്ട് പാർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടൈറ്റായിട്ട് പാർക്ക് ചെയ്യുന്ന സമയത്തോ ഒരു പാട്ട് ഓഫ് ചെയ്യും. ബിക്കോസ് ദേ ആർ യൂസിങ് അറ്റ് ദാറ്റ് ടൈം ദെയർ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഞാൻ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞതല്ല, അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇത് സ്ട്രെയിറ്റൻ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. സോ ദാറ്റ് വി ആർ അങ്ങനെ അങ്ങ് പോവുക. വി ഡോണ്ട് നോ നമ്മളെങ്ങനെ ചെയ്യുന്നത്. നമ്മളങ്ങ് ചെയ്തു എന്ന് പറയില്ലേ, മോഹൻലാലൊക്കെ ഇടയ്ക്ക് പറയാറില്ലേ, ഞാനിങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല, അതങ്ങ് വന്നു എന്ന്. ഈ വന്നതിൻ്റെ റീസൺ ഹീ ഈസ് സോ എക്സ്പീരിയൻസ്. സോ ദാറ്റ് കോർട്ടെക്സ് അണ്ണാച്ചി അല്ല, സ്ട്രെയിറ്റ് അണ്ണാച്ചിയാണ് അത് ചെയ്തത്. നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഹാബിറ്റ് ലൂപ്പ് കോർ ഫ്രെയിം വർക്കിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ റെഡ് കാണിക്കുന്നത് വരെ ലിങ്ക്ഡിനൊക്കെ ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അതിന് ഇത്രയും ടോക്സിക് ആയിട്ടൊരു വേറൊരു ആപ്പ് ഞാൻ കണ്ടിട്ടില്ല. വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇത് പറയുമ്പോഴേ ആൾക്കാർ വിശ്വസിക്കും. അത്രയും ടോക്സിക് നെഗറ്റീവാണ്